വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അഗുന്റെ ടിഫിനിലേക്കുള്ള ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, പാല് കാച്ചി വെച്ചിട്ടുണ്ട്. തലേദിവസത്തെ കടലക്കറി രാത്രി ഡിന്നറിന് വെച്ചതിന്റെ ബാക്കിയുണ്ടായിരുന്നു. അതും ചപ്പാത്തിയും കൂടെ ഇന്ന് അവന് ടിഫിനിൽ കൊടുത്തയക്കുന്ന കേട്ടോ. ശരിക്കും ഇന്ന് ശനിയാഴ്ച, ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ്. എല്ലാ ശനിയാഴ്ച അങ്ക് 1 മണിയാകുമ്പോൾ തിരിച്ച് വരും കേട്ടോ. പക്ഷെ ഞാൻ ലഞ്ച് കൊടുത്തയക്കും, കാരണം അവരുടെ ലഞ്ച് ടൈം എന്ന് പറയുന്നത് ഒരു 10:30, 11 ആണ്. അപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ 5:30 കഴിഞ്ഞിട്ട് അവന്റെ ലഞ്ച് സെറ്റാക്കി കൊടുത്തു. പിന്നെ രാക്കേക്ക് ഇന്ന് പോകണ്ട, ഈ ശനിയാഴ്ച രാക്കേക്ക് അവധിയാണ്. എനിക്ക് രാക്കേക്കും കൂടെ ദോശ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലക്കറി ബാക്കിയുണ്ടായിരുന്നു. തേങ്ങാ ചട്നിയും കൂടെ അരച്ച് ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു. ഇനിയൊരു പ്ലാൻ ഉണ്ട്. കുറേ നാൾക്ക് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ശരിക്കും നമ്മുടെ കാശ്മീർ ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ ആ ഡിസംബർ ജനുവരി ടൈമിൽ. അതിനുശേഷം ഇന്നാണ് ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തൊരു ദിവസം മാറി നിന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു ട്രിപ്പ് ഉണ്ട്. ട്രിപ്പ് എന്ന് പറയുന്ന ഒരു വിശേഷമാണ്. ഒരാൾക്കൊരു സർപ്രൈസ് ആയിട്ട് പോവാണ്. ഞങ്ങളുടെ അടുത്തൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ചണ്ഡീഗഡിലാണ്, പഞ്ചാബിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്ന് സർപ്രൈസ് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെന്ന് ചണ്ഡീഗഡിൽ സ്റ്റേ ചെയ്യുക. അവരോടൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് നമ്മൾ നേരെ അവരുടെ വീട്ടിൽ പോയി സർപ്രൈസ് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന വരുന്നില്ല, കുറേ നാളായെന്നേ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ, അത് തന്നെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അങ്ങ് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇതേ പുറത്തിറങ്ങാണ്. ഉച്ച കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഇന്നത്തെ അറ്റയർ കേട്ടോ. പ്യോർ കോട്ടൺ ആണ്. പാൻറ്റലൂൺസിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ പാൻസ് ആണ്. മുകളിൽ കണ്ണ് ജയ്പൂരിൽ നിന്ന് വാങ്ങിച്ച പ്യോർ കോട്ടൺ ഡ്രസ്സ്. ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ ഡ്രസ്സ്. അതായിരിക്കും യാത്രയ്ക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചിട്ട് അത് തന്നെ എടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ ദിവസം കേട്ടോ. ഇന്ന് അവിടെ പോയി ഒന്ന് സ്റ്റേ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലും. പിന്നെ അവിടെ നിന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. കാരണം മൺഡേ അങ്കുന് വീണ്ടും എക്സാം ഉണ്ട്. എന്തായാലും ഇറങ്ങാന്ന് വെച്ച് ഇറങ്ങിയാണ്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത്, ഈ മഴക്കാല സീസൺ ആണല്ലോ ഇവിടെ, ഈ സമയത്ത് ഇങ്ങനെ ഈ മഞ്ഞ പൂവാട്ടോ ഹരിയാന മുഴുവനുള്ളത്. അതുപോലെ തന്നെ ഒരു സൈസിൽ ഒരു തണ്ടുള്ളൊരു ചീരയും, നമ്മുടെ കുപ്പച്ചീര പോലെയാണ്. പക്ഷെ ഇവർ ഇത് കറിയൊന്നും വെക്കത്തില്ലെന്ന് തോന്നുന്നു. വിഷച്ചീര വല്ലതും ആയിരിക്കും. മുള്ളൻ ചീര എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലത്തെ ചീരയാ. പിന്നെ നല്ല പച്ചപ്പാ. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇപ്പൊ കാണാൻ. ഇതേ കണ്ടോ പാടമൊക്കെ. നല്ല വെയിലുണ്ടായിരുന്നു. മഴയും വെയിലും ഒക്കെ മാറി മാറിയ ക്ലൈമറ്റ് അല്ലേ. അപ്പൊ ആകെ നമുക്കൊരു ഹ്യൂമിഡ് ഫീലിംഗ് ആണ്. അപ്പൊ അതാണ് ഞാൻ ആ ഡ്രസ്സും പറഞ്ഞില്ലേ, കോട്ടൺ ഡ്രസ്സസ് ആണ് ഇപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇത് ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ ആണ്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ജസ്റ്റ് കുറച്ചങ്ങോട്ട് മാറി ഇതങ്ങോട്ട് കയറും. ഇതുവഴി രാജസ്ഥാൻ, ഡൽഹി എവിടെ വേണമെങ്കിലും പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ അന്ന് കാശ്മീർ പോയതും എല്ലാം ഹിമാചലിലോട്ട് എല്ലാം പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു വഴിയാണ്. നമ്മുടെ അവിടെ നിന്ന് തൊട്ടടുത്താണ് നമുക്ക്. അപ്പോൾ അടുത്ത് തന്നെ ഒരു ഢാബയുണ്ട്. അവിടെ കയറി എന്തെങ്കിലും ഒന്ന് സ്നാക്ക് ചെയ്ത് കഴിച്ചിട്ടൊന്ന് പോകാന്ന് വെച്ചു. ഈ സൈഡിലൊക്കെ കുറേ ഇതുപോലത്തെ ഢാബാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്കു വന്നപ്പോഴും അവൻ ലൈറ്റ് ആയിട്ടൊന്ന് ഫുഡ് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും സ്നാക്ക് ചെയ്യുന്ന പോലെ. ഞാൻ എന്തെങ്കിലും തന്തൂരി ഐറ്റംസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് ആരുമില്ല. ഒരു വല്ലാത്ത സമയമല്ലേ ഇത്. ഉച്ചയല്ല വൈകുന്നേരവും അല്ലാത്തൊരു സമയമല്ലേ. അപ്പോൾ ഞാനൊരു ഗുഡ് ചായ, ഇതാണ് നമ്മുടെ ശർക്കരപ്പൊടി ഇട്ട ചായ. ഈ ഹരിയാനയിൽ ഫേമസ് ആണ് ശരിക്കും. ഇത് തണുപ്പ് സമയത്താണ് കുടിക്കണ്ടേ. ചൂട് സമയത്ത് അത്ര ഇത് കുടിച്ചൂടെന്ന് പറയും. ചൂടാണ് എങ്കിൽ ഞാൻ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ രാക്കേക്ക് നമ്മുടെ മഷ്റൂം, ചില്ലി മഷ്റൂം പോലെയാണ്. രാക്കെ അത് മതിയെന്ന് പറഞ്ഞു. ക്യാപ്സിക്കം ഒക്കെ കുറേ ഇട്ടിട്ട്. എനിക്ക് ക്യാപ്സിക്കം എന്ന് പറഞ്ഞ സാധനം കണ്ടെടുത്താൽ കണ്ടുകൂടാ കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് ഒരു മഷ്റൂം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. എൻ്റെ സാധനം വരുന്നേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. അവരുടെ അച്ചാറും കാര്യമൊക്കെ എപ്പോഴും ഫുൾ സെറ്റാണ്. വല്ലാതെ ഒരു കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടെംപ്റ്റിംഗ് ആണ് എനിക്ക്. പക്ഷെ ഇവരുടെ അച്ചാറും വലിയ അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പൊ എൻ്റെ സംഭവം ഇതാണ് പനീർ തന്തൂരി കേട്ടോ. ടിക്ക പോലെ. അതാകുമ്പോൾ എണ്ണയൊന്നുമില്ലല്ലോ. തന്തൂരിയിൽ ചുട്ടാണ്. അതിൻ്റെ കൂടെ നല്ലൊരു ഗ്രീൻ ചട്നിയും കാണും, സാലഡും കാണും. അപ്പോൾ റോ ഓണിയൻ എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല. കാരണം യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ ഓണിയൻ്റെ സ്മെല്ല് എനിക്ക് ഈ വായിൽ നിൽക്കുന്ന ഒട്ടും പറ്റത്തില്ല. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഇതും ആ ഗ്രീൻ ചട്നി കൂട്ടിയാണ് കഴിക്കുന്നത്. അങ്കുനും പനീറിന്റെ തന്നെ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലാവുമോ എന്നൊരു ഡൗട്ട്. കാരണം അവൻ അധികം വിശപ്പില്ല എന്നാണ് പറയുന്നത്. അവന് ഞാൻ 2 ദോശ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവന് വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പനീർ ഇങ്ങനെ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ വരുവാണെങ്കിൽ ഈ പനീറിന്റെ ടിക്ക, അതായത് തന്തൂരി സ്റ്റൈൽ ടിക്ക മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ചിക്കൻ ആയാലും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആ തന്തൂരി പനീറിന്റെ പോലെ തന്നെ ഒരു ചാർട്ട് ഫോമിലാണ് അങ്കു ഓർഡർ ചെയ്തത്. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇത്ര നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതായിരുന്നു നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. ആരും ഇല്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു, ഇത് ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വഴിയാണ്. ട്രക്കുകളുടെയും കാര്യങ്ങളും ഒക്കെ പോകാൻ അവർക്ക് പറ്റിയ ഫുഡ് കിട്ടുന്ന ഢാബാസും ഉണ്ട്, റെസ്റ്റ് റൂംസും ഉണ്ട്. എല്ലാവർക്കും ഇവിടെ നിർത്തി എന്താന്ന് വെച്ചാൽ സുഖമായിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുട്ടി തുടങ്ങി. നമ്മളിന്ന് ഞാൻ പറഞ്ഞല്ലോ ചണ്ഡീഗഡിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ രമദ ബൈ വിന്തം എന്നാണ് കേട്ടോ പേര്. നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട്. ഒരുവിധം നേരത്തെ തന്നെ നമ്മൾ എത്തി.
ഞാൻ ശരിക്കും വീട്ടിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു യാത്ര തന്നെ ഇറങ്ങുന്നത്. അന്ന് കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് എന്തോ കണ്ണാടി മാറാനോ വാങ്ങിക്കാനോ എന്തോ ഗുഡ്ഗാവ് ആ ഏരിയയിൽ പോയതേ ഉള്ളൂ. പിന്നെ ഡൽഹി ഏരിയയിലോട്ട് പോകാനും പാടായിരുന്നല്ലോ ഈ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആ ഏരിയയിലോട്ട് ഇപ്പോൾ പോകാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. എന്തോ കല്യാണമോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കരമായ തിരക്കായിരുന്നു. അപ്പം ഞാൻ എൻ്റെ എന്താ പറയുക ID കാർഡും ഒക്കെ കൊടുത്ത് ചെക്ക് ഇൻ ആവുകയാണ്. ഇതാണ് നമ്മുടെ റൂം 2225. അപ്പോൾ അതേ അകത്ത് കയറി. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് വിട്ട് മാറി നിൽക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം ചില സമയത്ത് കാണും. എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയാണ്, നമ്മുടെ സന്തോഷമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ യാത്ര പോകാം, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന അത്രേ ഞാൻ ആലോചിച്ചുള്ളൂ. അങ്ങനെ ദേ അങ്കുവിന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് എന്താ പറയുക, ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആയിക്കോട്ടെ, ചിലർക്ക് ചില ചില സന്തോഷങ്ങൾ അവർക്കും സന്തോഷം കൊടുക്കത്തില്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ദേ ഈ റൂമിൻ്റെ കൂടെ ചേർന്ന ഒരു സംഭവം കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കൂടുതലും കല്യാണ പാർട്ടികളാണ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ സെറ്റപ്പ് ആണ് അവിടെ. കണ്ടോ, നമ്മൾ ഈ ഹെയർ സലൂൺ അല്ലെങ്കിൽ നമ്മൾ സലൂണിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ണാടി അതുപോലെ കുറേ ലൈറ്റ്സും ഇതൊക്കെ നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെയൊക്കെ പോയി ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോയി കിടക്കുകയാണ്. അപ്പോൾ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ എന്തായാലും പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ റൂം ഡൈനിങ്ങിൽ ഒന്ന് നോക്കിയപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. രാവിലെ ദോശ കഴിച്ചു, പിന്നെ ഇടയ്ക്ക് വെച്ചാൽ പനീർ ടിക്ക അത് ഇതൊക്കെ. അപ്പോൾ അങ്കുനൊന്നും വേണ്ടാമാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും രാക്കിക്കും മതിയാവും, വേണമെങ്കിൽ അവന് 1-2 സ്പൂൺ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു ബിരിയാണി മാത്രം ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ മൊത്തത്തിൽ തപ്പിയിട്ട് ചെരുപ്പ് എടുത്തിട്ടു, ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ചെരുപ്പൊക്കെ ഇട്ട് ബിരിയാണി എത്തി. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി കേട്ടോ, ഹൈദരാബാദി ദം ബിരിയാണി ചിക്കൻ്റെ. അപ്പോൾ അങ്കുന് വേണ്ടമ്മാന്നാണ് പറയുന്നത്. നോക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ മതിയാവും. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ കൂടെ വന്ന സംഭവം വിനിഗറിലും ഇട്ട ഉള്ളി, പിന്നെ അച്ചാറ്, അതിൻ്റെ കൂടെയുള്ള സാമഗ്രികൾ, റൈത്ത. ഇവർ പിന്നെ ഈ തൈരിനകത്ത് കുറച്ച് ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള റൈത്തയാണല്ലോ. സിമ്പിളായിട്ട് കുറച്ചെന്തോ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇത് മതിയാകും ഇന്ന് ഡിന്നർ. ഞാൻ പറഞ്ഞില്ല വലിയ വിശപ്പുണ്ടായിരുന്നില്ല. യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാനും പറ്റത്തില്ല, എന്നാൽ പട്ടിണിയും കിടക്കാൻ പറ്റത്തില്ലല്ലോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നന്നായി തലയൊക്കെ തേച്ച് കഴുകി കുളിച്ച് നമ്മുടെ സലൂണിൻ്റെ നമ്മുടെ റൂമിനോട് ചേർന്ന ആ സലൂൺ ഞാൻ തലേദിവസം കാണിച്ചില്ലേ, അവിടെ വന്ന് തലയൊക്കെ ഒന്ന് ഉണക്കുക. ദേ ഈ ഡ്രസ്സ് എൻ്റെ പുതിയ ഡ്രസ്സ് കേട്ടോ, പ്യോർ കോട്ടൺ ആണ് ഇതും. ഇത് നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് ഒരു ബൊട്ടീക്ക് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ച നല്ല കംഫേർട്ടാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ഇത്രയും കൈയൊക്കെ ഉള്ളതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ഇടാൻ വേണ്ടി. അപ്പോൾ എൻ്റെ തലമുടി ഒന്ന് ഉണക്കണം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് താഴെ പോയി എന്താ പറയുക, ഇതിൻ്റെ കൂടെ വെൽക്കം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയത്തില്ലേ, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. എനിക്കാണെങ്കിൽ ഹെയർ ഡ്രയർ ഇട്ടിട്ട് തലമുടി ഉണക്കാൻ പറ്റത്തില്ല, എന്നെ നനഞ്ഞോടുകൂടി പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ അങ്ങ് ഇറങ്ങാം. കാരണം നനഞ്ഞ മുടി ഞാൻ ചീകാറേ ഇല്ല, ഞാൻ കൈ വെച്ചിങ്ങനെ കോതത്തേ ഉള്ളൂ, ചീപ്പ് തൊടാറേ ഇല്ല. നന്നായിട്ട് ഉണങ്ങിയിട്ട് ഞാൻ എടുത്തോളൂ. വീട്ടിലെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഉണക്കും. ഇതാ AC റൂമിൽ ഇരുന്നുകൊണ്ട് കുറച്ച് പാടായിരുന്നെങ്കിൽ അതേ സെറ്റപ്പിൽ തന്നെ ഞാനങ്ങ് ഇറങ്ങി. ഞാൻ പറയില്ല, എനിക്ക് ചീകാൻ എനിക്ക് പറ്റത്തില്ല. നനഞ്ഞ മുടി എനിക്ക് ചീകാന്ന് വെച്ചാൽ വല്ലാതെ ഒരു എന്തോ മൈൻഡിനൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ താഴെ വന്ന് ആദ്യം ഒരു ചായ ദേ ഓർഡർ ചെയ്ത് ചൂടോടെ ഒരു ചായ ഞാൻ കുടിക്കും. റൂമിലുണ്ടായിരുന്നു, പക്ഷെ അത് മറ്റേ എന്താ പറയുക പൊടിയൊക്കെ ഇട്ട് കുടിക്കുന്നതായിരുന്നു. പിന്നെ ദേ ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമുള്ള ഒരുപാടുണ്ടായിരുന്നു. ഒരു തിരക്കായിരുന്നു, എന്തോ കല്യാണം എന്തോ നടന്ന പള്ളിയുടെ പാർട്ടികളുടെയും തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള എടുക്കാമല്ലോ, അങ്ങനെ ഇതായി എടുത്തു. അതുകൊണ്ട് ആ ബുഫേ സെക്ഷനൊന്നും ഞാൻ എടുത്തില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ എടുത്തു. അപ്പോൾ ഞാനിന്ന് കാർബ് അങ്ങനെ കഴിക്കേണ്ട, എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഇവരുടെ പൂരി ചോല, പഞ്ചാബി പൂരി ചോല ഭയങ്കര ടേസ്റ്റ്. അങ്കു പ്രത്യേകിച്ച് എടുത്ത് കഴിച്ചിട്ട് പറഞ്ഞാൽ അമ്മ നന്നായിട്ടുണ്ട്. പിന്നെ ഇവരുടെ പറാട്ടയും നല്ലതാണ്. ഞാൻ എന്തായാലും ഒരു പൂരിയും പറാട്ടയും എടുത്തു, പിന്നെ ചോലയും കുറച്ചെടുത്തു, പിന്നെ കോണിൻ്റെയും മട്ടറിൻ്റെയും എന്തൊക്കെയോ മിക്സും. ഇഡ്ഡലി എടുത്തു, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഇവരെന്താ ഇഡ്ഡലിയിൽ ചേർക്കുന്നത് എനിക്കറിയത്തില്ല. ചട്നിയും ഒട്ടും കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല. പിന്നെ അത് ഫ്രഷ് ജ്യൂസസ് ഉണ്ടായിരുന്നു, ഓറഞ്ചും കൊടുത്തു, വാട്ടർമെലനും കൊടുത്തു. ലാസ്റ്റ് ഞാൻ വാട്ടർമെലൻ കുടിച്ചിട്ട് അങ്കുന് ഓറഞ്ച് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ചോല. ഇത് ഇടില്ല കേട്ടോ, ഇവരുടെ ആ ചോലെ പൂരി എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. പറാട്ടയുടെ കൂടെയും ഇത് കൂട്ടി കഴിക്കാമല്ലോ. ഞാനത് ഓരോ പീസ് കഴിച്ചു. പിന്നെ ആലൂൻ്റെ എന്തോ മട്ടർ പോലൊരു കറി ഉണ്ടായിരുന്നു, രാക്കെ അതും ചെറുതായിട്ട് കഴിച്ചു. എനിക്ക് ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയോ കഴിച്ചു. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. ഞങ്ങളൊരു 10 മണിയായപ്പോഴാണ് വന്ന കേട്ടോ, കാരണം നല്ല തിരക്കായിരുന്നു ഈ കല്യാണ പാർട്ടിയിലൊക്കെ. അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് പോട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ ആവശ്യത്തിന് ഫുഡൊക്കെ എടുത്ത് 10:30 കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ കൗണ്ടറൊക്കെ പിന്നെ ക്ലോസ് ചെയ്യല്ലോ. 10:30 വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്കുവിന് എന്തോ ന്യൂട്ടല്ലയും പീനട്ട് ബട്ടറും അതൊക്കെ അവർ കൊണ്ടുവരും, നമ്മൾ പറഞ്ഞാൽ മതി.
ജാമോ അവൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത്. രാക്കേതേ ലാസ്റ്റാണ് ചായ കുടിക്കുന്നത് ചൂടോടെ, കുറേ മധുരം കലക്കണം രാക്കേക്ക്. അങ്ങനെ അതേ ഞങ്ങളുടെ യുദ്ധക്കളമായിരുന്നു കംപ്ലീറ്റ് കഴിഞ്ഞു. നമ്മുടെ ഇവിടെയും ആയി, കാരണം സമയം കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 10:45 ആയി. എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരുപാട് വലിയൊരു ഹോളായിരുന്നു, ഒരുപാടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏരിയാസ് ഉള്ളതായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നടന്ന് തന്നെ എടുത്തുകൊണ്ട് വരണമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒറ്റ ഒരു മൂല, ഒരു കോർണറിലോട്ടായിരുന്നു ഇരുന്നത്. എന്നിട്ട് പിന്നെ അതേ റൂമിൽ വന്ന് മുടിയൊക്കെ ഒരുവിധം ഉണങ്ങി കേട്ടോ, ഉണങ്ങി പിന്നെ ഒന്ന് കെട്ടി വെച്ചിട്ടാണ് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മൾ നേരെ ഞാൻ പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാം. ഇതാട്ടോ ചണ്ഡീഗഡ് സിറ്റി ബ്യൂട്ടിഫുൾ, കിടിലവാ. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ ഓർമ്മകൾ, ഞാൻ വർക്ക് ചെയ്ത എൻ്റെ ഈ സെക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്നത് ഈ സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എപ്പോഴും നിൽക്കുമല്ലോ. ഞാനുണ്ടാക്കുകയും ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ആണത്. നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ബർത്ത്ഡേ ആൾക്ക്. പിന്നെ നമ്മൾക്ക് വേണ്ടി കുറച്ച് ബണ്ണും ബ്രെഡും. നിക് ബേക്കേഴ്സ് കുറച്ച് ഫേമസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പഴയ ഓർമ്മകളാവായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. ഇനി ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.